മരമോ അത് ഈശോതൻ ചിത്രങ്ങളും പൊന്നീശോതൻ ചിത്രങ്ങളും. അമ്മയടുപ്പതിൽ ചുട്ടെടുത്തിടുന്നൊരപ്പം അതു തന്നെയോ. പള്ളിയിലപ്പത്തിനിത്ര ചെറുപ്പമോ ഇന്നു ഞാൻ ചോദിച്ചല്ലോ. ഉന്നതനാം ദൈവം കുഞ്ഞായി വന്നെന്നും അപ്പമായി മാറിയെന്നും കുഞ്ഞിലെ ഞാൻ അറിഞ്ഞു, എന്നമ്മ പറഞ്ഞു തന്നു. നീലക്കുറിഞ്ഞിക്ക് നീല നിറം മിന്നിതെങ്ങനെ കിട്ടിയമ്മേ. നീലമയിലിന്റെ പിലിയിതെന്റെ നീല നിറമയമ്മേ. മനമിതെന്റെ മാറി നിറത്തെ കാണിച്ചിടുന്നതമ്മേ. മഴവില്ലിനു പിന്നിൽ ഞാൻ എഴുതിറങ്ങളെ കണ്ടിതു തീർച്ചയമ്മേ. മഴവില്ലിനു പിന്നിൽ ഞാൻ എഴുതിറങ്ങളെ കണ്ടിതു തീർച്ചയമ്മേ. എന്താ മഞ്ജു ഈ കൊളക്കടവിൽ വന്നിരിക്കണേ? ചേച്ചി ഇന്ന് മോന് പരീക്ഷയാണ്. അവൻ പഠിക്കുന്ന എല്ലാം മറന്നു പോവാന്നാ പറയുന്നത്. രാവിലെ പോകുമ്പോഴത്തേക്ക് കരച്ചിലൊക്കെ ആയിട്ടാ പോയത്. പരീക്ഷയ്ക്ക് ചെല്ലുമ്പോൾ എല്ലാം മറന്നു പോവുക. ഞാനാണെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് ഒരു രക്ഷയും കിട്ടുന്നില്ല അവൻ്റെ കാര്യത്തിൽ. ആകെ വിഷമിച്ച് ഇവിടെ വന്നിരുന്നതാ. വിഷമിച്ചിട്ട് തന്നെ കാര്യമായിരിക്കുന്നത്. അതിനെ കൊച്ചു പഠിക്കണില്ലേ? പഠിക്കുന്നില്ല. സ്കൂളിൽ കുഴപ്പമില്ല. പരീക്ഷ വരുമ്പോൾ എല്ലാം മറന്നു പോവുക. ഇന്ന് പരീക്ഷ ഉണ്ട്. പരീക്ഷയ്ക്ക് പോയി. അതിന് സങ്കടം കാരണം ഇവിടെ വന്നിരുന്നതാ. ശരി, ഞാൻ ഇതിലേ അങ്ങ് നടന്നു പോവുക ആ വീട്ടിലേക്ക് പോകാനായിട്ടാ. അപ്പം അതല്ലേ റോഡ് ടാറിങ് റോഡ് അതാണല്ലോ. കണ്ടു. അപ്പം എവിടെ വന്നപ്പോൾ ഞാൻ കണ്ടു മഞ്ജു കൂടി ഇരിക്കണേ. അപ്പം ഞാൻ പിന്നെ ഇതിലേ കയറി വരും. കണ്ടത് തന്നെ ഏതായാലും ഒരു ആശ്വാസമായി. എൻ്റെ മഞ്ജു, നമ്മളിങ്ങനെയൊന്നും ഓർത്ത് ചിന്തിച്ച് വിഷമിക്കണ്ട. മഞ്ജു ആകെ അങ്ങ് ഡള്ളായി പോയി. അങ്ങനെ കൊച്ചു പരീക്ഷയ്ക്കൊക്കെ ജയിച്ചോളും, അതൊക്കെ പഠിച്ചോളും. നമ്മൾ അങ്ങനെ ചിന്തിച്ച് നമ്മുടെ മനസ്സ് പുണ്ണാക്കണ്ട. കാരണം ഇപ്പോൾ എല്ലാ വീട്ടിലും ഈ പ്രശ്നം. നല്ലതായിട്ട് പിള്ളേർ പഠിക്കും, ക്ലാസ്സിൽ നല്ല പെർഫോം ചെയ്യും. പക്ഷെ പരീക്ഷയാകുമ്പോൾ പിള്ളേർ മറന്നു പോകുമെന്നാണ് പറയുന്നത്. അതുങ്ങളുടെ ടെൻഷൻ കൊണ്ടാന്നേ. നമ്മുടെ വീട്ടിലെ ടെൻഷനും എല്ലാം കൂടി എല്ലാ കൊച്ചുങ്ങൾക്ക് അങ്ങോട്ടും. പിന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികളെക്കാട്ടി കൂടുതൽ പേരൻസിനാണ് കുട്ടികളുടെ പഠിത്തത്തിനെ കുറിച്ച് ടെൻഷൻ കൂടുതൽ. അപ്പോൾ ഈ പേരൻസിൻ്റെ ഇത്രയും വലിയ കഴിവുള്ള പേരൻസിൻ്റെ ടെൻഷൻ കുട്ടികൾ അവരുടെ പഠിപ്പിനെ കുറിച്ച് പേരൻസിൻ്റെ കാണുമ്പോൾ കുട്ടികൾ അതിൽ കൂടിയ ടെൻഷനിലാവുക. പിന്നെ ഒരു മാർക്ക് പോലും ഈ മാർക്കല്ലല്ലോ ജീവിതം. അപ്പം ഈ മത്സര ഓട്ടമല്ലേ പരീക്ഷ എന്ന് പറയണത്. ഇപ്പം മത്സര ഓട്ടം. കൊച്ചുങ്ങൾ അതിൽ കിടന്നുകൊണ്ട് പെടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾ നമ്മുടെ പേരൻസിൻ്റെ ടെൻഷൻ കണ്ട് കൊച്ചുങ്ങളും അപ്സെറ്റ് ആകുക. അപ്പോൾ എന്തോ പരീക്ഷയെന്ന് പറഞ്ഞാൽ അതുങ്ങളുടെ ജീവിതത്തിൻ്റെ എന്തോ വലിയ മല ചവിട്ടി കയറുന്ന ഒരു പ്രയാസമാണ്. നമ്മൾ അങ്ങനെയൊന്നും അതിനെ ചിന്തിച്ച് വിഷമിപ്പിക്കരുത്. കാരണം മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ, അതായത് ഇൻ്റലക്ച്വലായിട്ടുള്ള കാര്യങ്ങൾ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും ഒക്കെ അവർ കിട്ടുന്നുണ്ട്. ഇനി അവർക്ക് കൊടുക്കേണ്ടത് നമ്മൾ ആത്മീയമായ ശക്തി കൊടുക്കണം, ആത്മീയ പവർ കൊടുക്കണം. നമ്മൾ അതാണ് അവർക്ക് കൊടുക്കേണ്ടത്. പിടിച്ചു നിൽക്കണം. കാരണം ഈ മത്സര ഓട്ടത്തിൽ പിടിച്ചു നിൽക്കണം. അതാ ഒന്നാമനാകാനാണ് നമ്മൾ ഇന്ന് പിള്ളേരെ ട്രെയിൻ ചെയ്യിക്കുന്നത്. ഒന്നാമനാകുക, ക്ലാസ്സിലെ ഫസ്റ്റ് ആകുക, ഏറ്റവും ടോപ്പ് മാർക്ക് കിട്ടുക, ഗ്രേഡ് ഫുൾ A+ ആയ ഗ്രേഡ് ഫുള്ളാണ്. അപ്പം അതിനേക്കാൾ ഉപരിയായിട്ട് ഈ ജീവിത സാഹചര്യങ്ങളെ ഈ മത്സരത്തിൻ്റെ നടുവിലും പ്രതിസന്ധികളുടെ നടുവിൽ പിടിച്ചു നിൽക്കാനുള്ള ശക്തി, ആത്മീയ കരുത്ത് നമ്മുടെ മക്കൾക്ക് കൊടുക്കണം. എങ്കിലേ പിള്ളേരെ രക്ഷിക്കാൻ പറ്റുള്ളൂ. അല്ല അതുങ്ങൾ വളരെ സങ്കടത്തിലും വേദനയിലും ഇരിക്കുകയാണ്. അപ്പോൾ അതിന് ശരിക്കും പറഞ്ഞാണ്ടല്ലോ ഈശോയുടെ കാരുണ്യത്തെക്കുറിച്ച്, കരുണയെക്കുറിച്ച് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും. ഇപ്പം നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞ കുളം നല്ല ഇത് മീനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഇതിനകത്തല്ലേ. നല്ലൊരു കുളമാണല്ലോ അല്ലേ.
അപ്പം നമ്മൾ ഓർത്ത് നോക്കണം, ബെത്സയിദ കുളക്കരയിൽ, അതായത് യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിലാണെന്ന് എനിക്ക് അല്ലേ, യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം. അതിൽ ഒരു ബെത്സയിദ എന്ന് പറയുന്ന കുളം അല്ലേ, ജെറുസലേമിൽ അജകവാടത്തിനടുത്ത് ഹെബ്രായ ഭാഷയിൽ ബെത്സദ എന്ന് വിളിക്കുന്ന ഒരു കുളമുണ്ടായിരുന്നു. അതിന് 5 മണ്ഡപങ്ങളും. അവിടെ കുരുടരും മുടന്തരും തളർവാദക്കാരുമായ അനേകം രോഗികൾ കിടന്നിരുന്നു. 38 വർഷമായി രോഗിയായിരുന്ന ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓർത്ത് നോക്കിയേ, 38 വർഷമായിട്ട് തളർന്നു കിടക്കുന്ന ആൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ രോഗി കിടക്കുന്നത് യേശു കണ്ടു. അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു. അവൻ വളരെ നാളായി കിടപ്പിലാണെന്നറിഞ്ഞ് യേശു ചോദിച്ചു, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? ഈശോയാണ് ചോദിക്കുന്നത്, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? 38 കൊല്ലമായിട്ട് കിടക്കുവാന്ന് ഓർത്തണം. അന്നേരം ഇവൻ പറയണ മറുപടി എന്നാ, എനിക്ക് സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടെന്നല്ല പറയണം. അവൻ പറയുന്ന കാര്യം അവൻ്റെ സാഹചര്യം പറയുക. അതായത് അവൻ പറഞ്ഞു, കർത്താവെ, വെള്ളം ഇളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല, ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ ഇറങ്ങിക്കഴിയും. ഈശോ ചോദിച്ചത് തന്നെ, നിനക്ക് സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഈ രോഗി പറയുന്നത് എന്നതാ, അവന്റെ സാഹചര്യം പറഞ്ഞുകൊണ്ടിരുന്നത്. ശരിയാ. നമ്മുടെ ജീവിതം ഇങ്ങനെയാ, നമ്മള് ന്യായങ്ങൾ നമ്മൾ അതിന്റെ കാരണങ്ങളും ചിന്തിച്ച് ഇപ്പൊ അവിടെ പരീക്ഷ, ഈ കൊച്ചു ഇത് എഴുതുവോ, ഈ കൊച്ചു ജയിക്കുവോ, ഇതെന്നെ ചെയ്യോ, ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുക. ഈശോ ചോദിക്കുന്നത്, നിനക്ക് എന്നിൽ വിശ്വാസമുണ്ടോ? എനിക്കിതെല്ലാം ശരിയാക്കി തരാൻ പറ്റുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ഇപ്പം ഈ തളർവാദ രോഗിയോട് ചോദിച്ചു, നിനക്ക് സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ? അപ്പൊ പുള്ളിക്കാരൻ ആഗ്രഹം ഉണ്ടെന്ന എൻ്റെ ദൈവമാണെന്നറിയിച്ചില്ല. എന്നാ ഓരോ ചോദിച്ച ആളോട് പറയണ്ട, പിന്നെ എനിക്ക് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടാണോ ഞാൻ 38 കൊല്ലമായി ആഗ്രഹിച്ചിരിക്കുവാന്നല്ലേ സാധാരണ പറയണ്ടേ. പക്ഷെ ഈ പുള്ളി പറയണത് പരാതി പറയുക, എൻ്റെ അവസ്ഥ പറയുക. ഞാൻ ഇറങ്ങുമ്പോഴത്തേക്കും വേറൊരാൾ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും, ഞാൻ വരുമ്പോഴത്തേക്കും വേറൊരാൾ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും. അപ്പം ഈ ശരിക്കും പറഞ്ഞാൽ ഈ രോഗി സാഹചര്യങ്ങളെ നോക്കി ജീവിക്കുകയാണ്. അപ്പം അവൻ്റെ ചിന്ത, ഈശോ പറഞ്ഞു തന്നെ, നിന്റെ കിടക്ക എടുത്ത് നടക്കാൻ പറഞ്ഞല്ലേ, അങ്ങനെയല്ലേ പറഞ്ഞത്. മറ്റൊരു യേശു അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് കിടക്ക എടുത്ത് നടക്കുക. എഴുന്നേക്കാൻ പറഞ്ഞു. അവന്റെ ശാരീരിക തലം തളർന്നു കിടക്കുക. അപ്പൊ അവന്റെ ശരീരത്തിന് ബലം കിട്ടുക, എഴുന്നേക്കാൻ പറഞ്ഞു. തളർന്നു കിടക്കുന്നവനോടാ പറയുന്നത്. യേശു പറഞ്ഞു എഴുന്നേക്കാൻ പറഞ്ഞു. എന്നിട്ട് രണ്ടാമത് പറഞ്ഞു തന്നെ അവൻ്റെ ശരീരത്തിന് ബലം കിട്ടുമ്പോൾ അവൻ കിടക്കുന്ന കിടക്ക എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ശരീരത്തിൻ്റെ ബലം കിട്ടി. അവൻ്റെ ആ സകല മാനസിക ശാരീരിക തലത്തിലെ എല്ലാ ബുദ്ധിമുട്ടും ഏതാ, അവൻ്റെ ചിന്തകൾ എടുക്കുക. അവന്റെ ചിന്തയാകുന്ന കിടക്കയിൽ അവൻ കിടന്നുകൊണ്ടിരിക്കണം. ഞാൻ വരുമ്പോൾ അവന്റെ പരിദേവനവും സങ്കടങ്ങളും പരാതിയായിട്ട് ഇങ്ങനെ കിടക്കുക. എന്നെ ഇറക്കാൻ ആരുമില്ല, എൻ്റെ കെട്ടിയോളില്ല, മക്കളില്ല, ബന്ധുക്കാരില്ല, കൂട്ടുകാരില്ല, എല്ലാവരും എന്നെ ഇട്ടിട്ട് പോയി. ദൈവമേ, എനിക്ക് ആരുമില്ലേ, എന്നെ ഇറക്കാൻ ആരുമില്ലേ. ഇവന്റെ ഈ പരിദേവനമാകുന്ന കിടക്കയിലാണ് ഇവൻ കിടക്കണേ. അപ്പൊ ഇവന്റെ ചിന്തകളുടെ അടിമത്തത്തിൽ ഇവൻ ജീവിക്കുക 38 വർഷമായിട്ട്. ഈശോ ഇത് മനസ്സിലാക്കിയിട്ട് ഈശോ ചോദിക്കും, നിനക്ക് സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ? അപ്പോഴും ആരോടാ? ഈശോട് ഇവൻ പറയണത് എന്നതാ, അവൻ ആഗ്രഹം ഉണ്ടെന്നും എനിക്ക് എൻ്റെ അസുഖം മാറണമെന്നും അല്ല പറഞ്ഞ്. അയ്യോ, പിന്നെ പരിദേവന. അവൻ്റെ നിസ്സഹായാവസ്ഥയെക്കുറിച്ച് ചിന്തിച്ച് അവൻ്റെ ചിന്തയിലും മനസ്സിലും ശരീരത്തിലും ആത്മാവിലും അല്ല ഇവൻ്റെ ഈ അവസ്ഥയെക്കുറിച്ച് ഓർത്ത് നിരാശപ്പെട്ട് കിടക്കുകയാണ്. അപ്പം അവിടെ ഈശോ പറയാ, നീ കിടക്ക എടുത്ത് നടക്ക്. അവന്റെ ചിന്ത മറ്റേ അവൻ കിടക്കുവാണല്ലോ, നമ്മൾ കിടക്കാനല്ല കിടക്ക എടുക്കുന്നത്. അപ്പൊ ഇവൻ തളർവാദ രോഗിയെ കിടക്കുക. അപ്പൊ ഈശോ പറയാ, ആ കിടക്ക നീ എടുക്കണം. അപ്പൊ ഇവന്റെ കിടക്ക ഏതാ? ഇവന്റെ ഈ പരിദേവനമാകുന്ന നിസ്സഹായതയുടെ കിടക്ക. എനിക്ക് ആരുമില്ലേ, എന്നെ രക്ഷിക്കാൻ ആരുമില്ല, ഞാൻ വരുമ്പോഴത്തേക്ക് ആൾ ഇറങ്ങിക്കഴിഞ്ഞിരുന്നു. അപ്പൊ ഇവന് കിട്ടാനുള്ളത് മറ്റവൻ ആദ്യം വന്ന് ഇറക്കിക്കൊണ്ട് പോകും. ഇവന്റെ ഈ ചിന്തകൾ, ഈ പരിദേവനമാകുന്ന ഈ നിരാശയുടെ ദുഃഖത്തിന്റെ കിടക്ക നീ എടുക്കണം. അതാ ഈശോ പറഞ്ഞു, നിന്റെ ഭാരം എൻ്റെ മേൽ വയ്ക്കുക, എൻ്റെ മുഖം വഹിക്കാൻ എളുപ്പം, ചുവട് ഭാരം കുറഞ്ഞതാ. അത് ഈശോയ്ക്ക് കൊടുക്കണം. ഈ ചിന്തയുടെയും നിരാശയുടെയും ദുഃഖത്തിന്റെയും കിടക്ക എടുക്കണം. നമ്മൾ എടുക്കുക. നമ്മളിപ്പോൾ താഴെ ഇപ്പൊ ഈ ബൈബിള് ഞാൻ എടുക്കാന്ന് പറഞ്ഞാൽ ബൈബിൾ എൻ്റെ കയ്യിലാ. ബൈബിൾ എൻ്റെ കയ്യിലാ. അപ്പൊ എൻ്റെ അധികാരത്തിൻ കീഴില്ല. ഞാനൊരു സംഗതി എടുത്ത് കൈ പിടിച്ചാൽ അത് എൻ്റെ അധികാരത്തിൽ പെട്ടു, ഞാൻ എടുത്തു. അപ്പൊ അത് എൻ്റെ കസ്റ്റഡിയിലാ. അപ്പം ഈ രോഗിയുടെ ചിന്തകളും അവൻ്റെ ജീവിത സാഹചര്യങ്ങളും ഓർത്തുള്ള ദുഃഖകരമായ ജീവിതാവസ്ഥ അവനെ അടിമപ്പെടുത്തി വെച്ചിരിക്കുക.
അപ്പോൾ ഈശോ പറയാം നീ എടുക്ക്, നിൻ്റെ കിടക്ക എടുത്ത് നീ നടക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവൻ സൗഖ്യപ്പെട്ടു, അവൻ അങ്ങനെ പോയി. പക്ഷേ നമ്മളവിടെ കാണുന്നുണ്ട് ഇവൻ അറിയുന്നില്ല ഈശോയാണ് യേശു ആരാന്നറിയുന്നില്ല, ഈശോയെ അവൻ കണ്ടിട്ടില്ല, അവൻ കേട്ടിട്ടില്ല, അവൻ അറിയുന്നില്ല. അപ്പോൾ ഇതറിയാത്ത ഒരു വ്യക്തിയുടെ അടുക്കലേക്ക് ഈശോ കടന്നു ചെല്ലുക. എങ്ങനെയാ കടന്നു ചെല്ലുന്നത്? അവൻ വളരെ നാളായി കിടപ്പിലാണെന്നറിഞ്ഞിട്ട് ഈശോ കടന്നു ചെല്ലുക. അപ്പോൾ ഈശോയുടെ ആ മനസ്സലിവെന്ന് ഓർത്ത് നോക്കിക്കേ, 38 വർഷമായിട്ട് അവൻ്റെ നിസ്സഹായാവസ്ഥ, അവനെ ആരും സഹായിക്കാനില്ല, സത്യമായ കാര്യമാണ്. അപ്പം ഈശോയുടെ മുമ്പിൽ അവൻ്റെ സത്യം അവൻ വെളിപ്പെടുത്തി, ഞാൻ ദുഃഖത്തിലാണ്, സഹായിക്കാൻ ആളില്ല, എനിക്ക് ആരുമില്ല എന്നുള്ള അവൻ്റെ ആ സാഹചര്യം, ജീവിത സാഹചര്യം അവൻ ഈശോയോട് തുറന്ന് പറയുക, തുറന്ന് സമ്മതിക്കുവാണ് എന്നെ സഹായിക്കാൻ ആരുമില്ല. അപ്പം ഇവൻ്റെ നിസ്സഹായാവസ്ഥ ഈശോ അറിഞ്ഞ് ഈശോയുടെ കാരുണ്യം അവൻ ചോദിച്ചിട്ടല്ല, ഈശോയുടെ കരുണ, ഈശോയുടെ കരുണ അവിടെ ചൊരിയുക. അപ്പോൾ ഈശോ അവന് സൗഖ്യം കൊടുത്തു. കാരണം ഇവൻ ഈശോയെ അറിഞ്ഞിട്ടില്ല എന്ന് പിന്നീടുള്ള വാചനം വായിക്കുമ്പോൾ നമ്മൾ അറിയുന്നുണ്ട്. കാരണം അന്ന് സാബത്തായിരുന്നു, അന്ന് ആർക്കും വേല ചെയ്യാൻ പാടില്ലാത്ത അന്നത്തെ നിയമം അനുസരിച്ച്. അപ്പം ഇവനോട് പറഞ്ഞത് യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായമല്ലേ നമ്മൾ പറഞ്ഞത്, അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇവന് യേശുവിനെ അറിഞ്ഞില്ല. കാരണം ഇവന് സൗഖ്യമൊക്കെ കിട്ടി, ഇവൻ കിടക്കയും ചുമന്നുകൊണ്ട് അതിലേ പോയപ്പോഴത്തേക്കും മറ്റുള്ളവർ അന്നത്തെ നിയമലംഘനം നടത്തിയ ആളാണ്, അവർ വെറുതെ ഇരിക്കുക. അവരുടനെ ക്വസ്റ്റ്യൻ ചെയ്തു, നീ എന്നെ ഈ കിടക്കെടുത്തുകൊണ്ട് നടക്കണമെന്ന്, സാബത്താണെന്ന്. അപ്പോൾ ഇത് കണ്ട അവൻ മറുപടി പറഞ്ഞു, എന്നെ അതിനാൽ സുഖം പ്രാപിച്ച ആ മനുഷ്യനോട് യഹൂദർ പറഞ്ഞു, ഇന്ന് സാബത്താകിയാൽ കിടക്ക ചുമക്കുന്നത് നിഷിദ്ധമാണ്. അവൻ മറുപടി പറഞ്ഞു, എന്നെ സുഖപ്പെടുത്തിയവൻ നിൻ്റെ കിടക്കയെടുത്ത് നടക്കുക എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു, കിടക്കയെടുത്ത് നടക്കുക എന്ന് നിന്നോട് പറഞ്ഞവൻ ആരാണ്? അവിടെ ഉണ്ടായിരുന്ന ജനക്കൂട്ടത്തിൽ യേശു മറഞ്ഞു കഴിഞ്ഞിരുന്നതിനാൽ അവൻ ആരാണെന്ന് സുഖം പ്രാപിച്ചവൻ അറിഞ്ഞിരുന്നില്ല. ആരാന്നറിയത്തില്ലായിരുന്നു. അതായത് അവൻ അറിഞ്ഞില്ല, യേശുവാണ് സുഖപ്പെടുത്തിയെന്ന് അറിയത്തില്ല. അപ്പോൾ ഈ രോഗിയായിട്ടിരിക്കുന്ന വ്യക്തിക്ക് ഈശോയെ അറിയത്തില്ല. അപ്പോൾ അവർ ചോദിച്ചു, കിടക്കയെടുത്ത് നടക്കാൻ നിന്നോട് പറഞ്ഞവൻ ആരാണ്? അവിടെ ഉണ്ടായിരുന്ന ജനക്കൂട്ടത്തിൽ യേശു മറഞ്ഞു കഴിഞ്ഞിരുന്നതിനാൽ അവൻ ആരാണെന്ന് സുഖം പ്രാപിച്ചവൻ അറിഞ്ഞിരുന്നില്ല. അപ്പം അവൻ അറിഞ്ഞില്ല ഇത് ഈശോയാണെന്നൊന്നും അവൻ അറിയില്ല. ആരോ ഒരാൾ വന്ന് ചോദിച്ചു, അവൻ അവൻ്റെ കാര്യം പറഞ്ഞു, അവൻ്റെ നിസ്സഹായാവസ്ഥ പറഞ്ഞു, അത്രേ ഉള്ളൂ. അപ്പം യേശുവിനെ അറിയാത്ത ഒരാളിലേക്ക് വരെ അവൻ്റെ ദയനീയ സ്ഥിതി, അവൻ്റെ ആവശ്യം ഈശോ അറിഞ്ഞിട്ട് അവനോട് അവൻ ചോദിക്കാതെ തന്നെ ഈശോ കരുണ കാണിക്കും, സൗഖ്യം കൊടുക്കും. അപ്പം ഈശോയുടെ ആ മനസ്സലിവ് ഒന്ന് ഓർത്തു. നമ്മളൊരു ദാനം ചെയ്യുന്ന ആർക്കാ? ഇങ്ങോട്ട് ചോദിച്ചു വരുന്നവർക്കല്ലേ നമ്മൾ കൊടുക്കണം, ചെയ്യല. അതേസമയം ഈശോ അറിഞ്ഞ് അവൻ കിടപ്പിലാണെന്നറിഞ്ഞ്, വർഷങ്ങളായിട്ട് അവൻ കിടപ്പിലാണെന്നറിഞ്ഞ് അവൻ്റെ നിസ്സഹായാവസ്ഥ കേട്ട് അവനോട് മനസ്സലിയുന്ന ഒരു കർത്താവ്, കരുണ കാണിക്കുന്ന ഒരു കർത്താവ്, ഒന്നും നോക്കാതെ അവന് സൗഖ്യം കൊടുത്തു. അപ്പോൾ അവനുള്ളത് പറഞ്ഞ് എനിക്ക് ആരാന്നറിയത്തില്ല. പിന്നെ അവൻ കണ്ടു. പിന്നീട് യേശു ദേവാലയത്തിൽ വെച്ച് അവനെ കണ്ടപ്പോൾ പറഞ്ഞു, ഇതാ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു, കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത്. ഈശോ അവനോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു, മേലിൽ പാപം ചെയ്യരുത്. പാപം ചെയ്യരുതെന്നും അല്ല, ചെയ്തിട്ടുണ്ട്, ചെയ്തതൊക്കെ ചെയ്തു, പോട്ടെ, ഇനി ചെയ്യരുത്. മേലിൽ നീ ഇനി പാപം ചെയ്യരുത്. കർത്താവിൻ്റെ ആവശ്യം അത് മാത്രമേ ഉള്ളൂ. ചെയ്തിടത്തോളം ചെയ്തു, അത് ഈശോ ക്ഷമിച്ചു, അവന് സൗഖ്യവും കൊടുത്തു. ഇനി നീ പാപം ചെയ്യരുത്, മേലിൽ പാപം ചെയ്യരുത്. അപ്പോൾ അവൻ എന്നാ കാണിച്ചത്? അവൻ പോയി യേശുവാണ് തന്നെ സുഖപ്പെടുത്തിയതെന്ന് യഹൂദരെ അറിയിച്ചു. അപ്പോഴാണ് ഇവന് മനസ്സിലായത് യേശുവാണ് അതെന്ന്, കേട്ടറിവുണ്ട്. അങ്ങനെ യേശുവാണെന്നറിഞ്ഞ് അവൻ ചെന്ന് യഹൂദർക്ക് യേശുവാണ് എന്നെ സൗഖ്യം തന്നത് എന്നവൻ പറഞ്ഞു. അപ്പോൾ പിന്നെ അവിടെ പ്രശ്നം, യേശുവിനെ നേരെ തിരിഞ്ഞു അവർ. അപ്പോൾ ഇതിനകത്തൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാന്ന് ചോദിച്ചാൽ, ഈശോയുടെ മുമ്പിൽ ആ നിസ്സഹായാവസ്ഥ അവൻ വെളിപ്പെടുത്തുക. എനിക്ക് ആരുമില്ല, ഞാൻ ഹെൽപ്ലെസ് ആണ്, അവൻ്റെ അവസ്ഥ അതാണ്. ഇത് നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം.
ഇപ്പൊ പറഞ്ഞില്ലേ പരീക്ഷയ്ക്ക് പഠിക്കുന്ന മറന്നു പോകുന്നു, പോകുന്നു. ക്ലാസ്സിൽ ജയിക്കാൻ പറയും, ക്ലാസ്സിൽ പറയും, പരീക്ഷയ്ക്ക് മറന്നു പറ്റും. പോവാണ്. കൊച്ചിന്റെ സ്ട്രെസ്സാണ് അത് മുഴുവനും, കുഞ്ഞിന്റെ ആ ടെൻഷനാ ഇത് മുഴുവനും. അപ്പൊ ഇത് ഞാൻ എങ്ങനെ പഠിക്കുകയോ, എന്തുമാത്രം പഠിപ്പിച്ചു, ആരെല്ലാം എന്തേരെ അവരൊക്കെ പഠിച്ചു നന്നായിട്ട്, ആ കൊച്ചു പഠിച്ചു, ഈ കുട്ടി പഠിച്ചു, എൻ്റെ ഫ്രണ്ട്സ് എല്ലാം നന്നായിട്ട് പഠിച്ചു, ഒരു നല്ല മാർക്ക് മേടിച്ചു, എൻ്റെ വീട്ടിൽ മാർക്ക് കുറഞ്ഞു ചെന്നാൽ എൻ്റെ പേരൻസ് തന്നെ എന്നാ ചെയ്യും, എൻ്റെ സമൂഹത്തിൽ എനിക്ക് അടുത്ത ഹയർ ക്ലാസ്സിലേക്ക് പോകാൻ പറ്റുമോ, ഇതെല്ലാം അവൻ്റെ കഴിവിന് അപ്രാപ്യമായ കാര്യങ്ങളെക്കുറിച്ച് അവൻ ചിന്തിച്ച് അവൻ ആ ചിന്തയുടെ കിടക്കല. പക്ഷെ അവന് തിരിച്ചറിവ് കൊടുക്കണം, അവന് സാധിക്കാത്ത ഒരു കാര്യം, അവൻ്റെ നിസ്സഹായ അവസ്ഥയിൽ യേശു അവനെ സഹായിക്കാൻ അടുത്തുണ്ട്. യേശു ഉണ്ട് അവൻ്റെ അടുത്ത്, യേശു കൂടെ ഉണ്ട്. അവൻ ഹെൽപ്ലെസ്സാ. അവൻ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് അവൻ്റെ കുഞ്ഞു മനസ്സും കുഞ്ഞു കഴിവുകൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റിയല്ല. അത്രയും ഭാരം ഇന്ന് ലോകം അവൻ്റെ തലയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവൻ അവിടെ തിരിച്ചറിയണം, എനിക്കൊരു ഈശോ ഉണ്ട്, എൻ്റെ നിസ്സഹായ അവസ്ഥയിൽ എന്നെ രക്ഷിക്കാൻ, എനിക്ക് സൗഖ്യം തരാൻ, എന്നെ ബലപ്പെടുത്താൻ, എനിക്ക് ജ്ഞാനം പകർന്നു തരാൻ, എന്നെ പരീക്ഷയ്ക്ക് ഓർമ്മപ്പെടുത്തി തരാൻ കഴിവുള്ളവൻ എൻ്റെ കൂടെയുണ്ട്, എൻ്റെ രക്ഷകനായ യേശു ക്രിസ്തു ഉണ്ട് എന്നുള്ള ആത്മീയ ശക്തി പേരൻസ് നമ്മൾ മഞ്ജുവിൻ്റെ കൊച്ചിന് പറഞ്ഞു കൊടുക്കണം. അത് പറഞ്ഞാൽ പോരാ, അനുഭവ തലത്തിലേക്ക് കൊണ്ടുവരണം. കാരണം നമ്മളത് സ്വീകരിക്കുമ്പോൾ നമുക്ക് ശക്തി കിട്ടും. നീ ജയിക്കൂടാ, നീ നന്നായിട്ട് പഠിക്കും, നീ ഇത് പഠിക്കുക, ഇങ്ങനെ പഠിച്ചാൽ മതി, കൊച്ചിന് നല്ല ഓർമ്മ കിട്ടും, ഈശോ തരും. ആ യേശുവിനെ കുറിച്ചുള്ള അറിവ് കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. അത് അപ്പം ആ നിസ്സഹായ അവസ്ഥയിൽ നിന്ന് കർത്താവ് രക്ഷിക്കും എന്നുള്ള ഒരു ബോധ്യം, പ്രത്യാശ. അതാണ് നമ്മൾ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5:5 വായിക്കുന്നില്ല, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം നമ്മിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കണം. അപ്പോൾ ആ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ ശക്തരാകുക, സ്നേഹം നിറയുക, നമ്മൾ ഉന്മേഷമുള്ളവരായി. അപ്പോൾ അതുപോലെ എന്നാൽ ഈശോയുടെ കാരുണ്യം എന്ന് പറയുമ്പോൾ ഈശോയെ വിളിച്ചപേക്ഷിക്കാത്തവർക്ക് ഈശോ കൊടുക്കുന്നു. ഇപ്പം എങ്ങനെയാണ് ഈശോയെ വിളിച്ചപേക്ഷിച്ചില്ല, ഈശോ അറിഞ്ഞു പോലുമില്ല. പക്ഷെ ഈശോയെ അറിഞ്ഞു വിളിച്ച ഒരു അന്ധൻ ഈശോ കാഴ്ച കൊടുക്കുന്നുണ്ട്. അത് ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, 35 മുതൽ വായിക്കുമ്പോൾ. അവിടുത്തെ ഒരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ, ഈ അന്ധയാചകൻ യേശുവിനെ തിരിച്ചറിഞ്ഞു, ആണെന്നറിഞ്ഞു. അതായത് അവൻ ജെറീക്കോയെ സമീപിച്ചപ്പോൾ ഒരു കുരുടൻ വഴിയരികിൽ ഇരുന്ന് ഭിക്ഷ യാചിക്കുന്നുണ്ടായിരുന്നു. ജനക്കൂട്ടം കടന്നു പോകുന്ന ശബ്ദം കേട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് അവൻ അന്വേഷിച്ചു. നസ്രായനായ യേശു കടന്നു പോകുന്നു എന്ന് അവർ പറഞ്ഞു. അപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. ഈ അന്ധയാചകൻ എങ്ങനെ അറിഞ്ഞു ഈശോയാണ് കടന്നു ഈ യേശു ദാവീദിന്റെ പുത്രനാന്ന് എങ്ങനെ അറിഞ്ഞേ? അപ്പൊ യേശുവിനെ കുറിച്ചുള്ള മുന്നറിവ് യാചകന് കിട്ടി. യാചകന് കിട്ടി, അല്ല പിന്നെ വിളിക്കും ദാവീദിന്റെ പുത്രാന്ന് വിളിക്കുക. അന്ന് ഈശോ കുരിശുമരണം ചെയ്തിട്ടില്ല, ആ സമയത്താണ്, അതിനൊക്കെ മുമ്പാണ്, ആ ക്രൂശീകരണം നടന്നിട്ടില്ല. അപ്പൊ ഈ അന്ധയാചകൻ വിളിക്കുക, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ. സത്യമായ കാര്യമാണ് അവൻ വിളിച്ചു പറയുന്നത്. ഈശോ ദാവീദിന്റെ പുത്രനാ, ദാവീദിന്റെ. അപ്പൊ ഈശോ ആരാണ്, എന്താണ് യേശുവിൻ്റെ ശക്തി? അപ്പോൾ അടുത്ത വാചകം വായിക്കുമ്പോൾ, നസ്രായൻ യേശു കടന്നു, അപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. മുമ്പേ പോയിക്കൊണ്ടിരുന്നവർ നിശബ്ദരായിരിക്കാൻ പറഞ്ഞ് അവനെ ശകാരിച്ചു. അവനാകട്ടെ കൂടുതൽ ഉച്ചത്തിൽ, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ എന്ന് നിലവിളിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ദാവീദിന്റെ പുത്രനാണെന്ന് യേശുവിനെ കുറിച്ച് അറിഞ്ഞു, യേശു ആരാണെന്നറിഞ്ഞു, പേരറിഞ്ഞു, യേശു വംശം അറിഞ്ഞു. ഇനി യേശു കനിവുള്ളവനാണ്, കരുണ ചൊരിയുന്നവനാണ്, കാരുണ്യവാനാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടായി ഈ അന്ധയാചകനുണ്ട്. അതുകൊണ്ടാണ് എന്നിൽ കനിയണമേ എന്ന് അവൻ നിലവിളിച്ചുകൊണ്ടിരുന്നു. ജനക്കൂട്ടം അവനെ നിരോധിച്ചു, നീ മിണ്ടായിരിക്കടാന്ന് പറഞ്ഞു. പക്ഷേ ഉറക്കെ അവൻ പറഞ്ഞുകൊണ്ടിരുന്നു, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ. അപ്പൊ കനിവ് അവനുണ്ട്, ഉള്ളവനാണ് യേശു ക്രിസ്തു എന്നുള്ള തിരിച്ചറിവ് ആ യാചകനുണ്ടായിരുന്നു. വീണ്ടും നിശബ്ദനായിരിക്കാൻ അവൻ കൂടുതൽ ഉച്ചത്തിൽ, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ എന്ന് നിലവിളിച്ചുകൊണ്ടിരുന്നു. യേശു അവിടെ നിന്നു, അവനെ തൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ കൽപ്പിച്ചു. അവൻ അടുത്തു വന്നപ്പോൾ യേശു ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അപ്പൊ ഈശോ ഇവനോട് ചോദിക്കുവാണ്, ഞാൻ നിനക്ക് വേണ്ടി എന്ത്. മറ്റേ ബെസൈദ കുളക്കര കിടന്ന ആളോട് ചോദിച്ചു, നിനക്ക് സൗഖ്യം കിട്ടാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു. ആഗ്രഹമുണ്ടോ? ഇവിടെ ഈശോ ചോദിക്കുക, നിനക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നാണ് നീ ആഗ്രഹിക്കുന്നത്?
രണ്ടുപേരുടെ ആഗ്രഹം ചോദിക്കുക. ഇപ്പം മഞ്ജുവിൻ്റെ ആഗ്രഹം എന്നാ? മോൻ പരീക്ഷയ്ക്ക് നല്ല മോൻ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് മേടിച്ച് ചെയ്യും. ഇവിടെ അന്ധയാചകന് നല്ല ബോധ്യമുണ്ട് അവന് എന്താണ് ആഗ്രഹം എന്നുള്ളതിന്. കാരണം അവൻ്റെ ഉത്തരം എന്നാ പറയാ? അവൻ പറഞ്ഞു, കർത്താവെ എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. ഇവൻ്റെ ആഗ്രഹം അതാണ്. ഇവൻ്റെ ആവശ്യം എന്താണോ അത് അവൻ ഈശോയോട് നേരിട്ടങ്ങോട്ട് പറഞ്ഞു. മറ്റേ ബെസൈദ കുളക്കര കിടന്നവൻ പറഞ്ഞില്ല. കാരണം അവൻ്റെ ആവശ്യത്തെക്കുറിച്ച് പോലും അവൻ ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ അവൻ്റെ ആ സാഹചര്യവും നിസ്സഹായാവസ്ഥയും അവനെ മൂടിക്കളഞ്ഞു. ആ കിടക്കയിൽ അവൻ കിടക്കണത്. ഇവിടെ ഈ അന്ധയാചകൻ അങ്ങനെയല്ല, അവൻ കുറച്ചുകൂടെ ഉണർവില്ല. കാരണം യേശു ആരെന്നറിയാം, ദാവീദിൻ്റെ പുത്രനാണെന്ന് ആ വംശം അറിയാം, യേശു കാരുണ്യവാനെന്ന് അറിയാം. എന്താ ആഗ്രഹം, അവൻ്റെ ആഗ്രഹം എന്താന്ന് പറഞ്ഞു. എനിക്ക് എന്താണ് ആഗ്രഹം, എൻ്റെ ആവശ്യം എന്താണെന്ന് സ്വയം തിരിച്ചറിവുണ്ട് ഈ അന്ധയാചകന്. കാഴ്ച കിട്ടണം. അവൻ്റെ ആഗ്രഹം അവന് കാഴ്ച കിട്ടണം. അപ്പോൾ അവൻ അത് പറഞ്ഞു. അപ്പോൾ ആ പറച്ചിൽ കേട്ട് ഈശോ അവന് സൗഖ്യം കൊടുത്തു അവന്. അപ്പോൾ ആ വചനം നമ്മൾ നോക്കുമ്പോൾ തിരിച്ച് ഒരാൾ ഈശോയെ അറിയുന്നില്ല, എന്നിട്ടും ഈശോ അവൻ്റെ അടുത്ത് ചെന്ന് അവന് കരുണ കാണിച്ചു, അവന് സൗഖ്യം കൊടുത്തു. ഇവിടെ ഒരു അന്ധയാചകൻ ഈശോയുടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് ഈശോ ആരാണെന്ന് അറിയണം, ഈശോയുടെ വംശം അറിയണം, ഈശോ എന്തിനാണ് ഈ ലോകത്തിലേക്ക് വന്നതെന്നറിയണം, ഈശോയുടെ ശക്തി അറിയണം, ഈശോയുടെ കാരുണ്യം, ഈശോയോട് പറയണം എനിക്ക് എന്താണ് ആവശ്യം, എനിക്ക് ഓർമ്മശക്തി കിട്ടണം, എനിക്ക് ബുദ്ധി വികസിപ്പിച്ച് തരണം, എനിക്ക് മനസ്സിലാക്കാനുള്ള കൃപ കിട്ടണം. ഇങ്ങനെ നമ്മുടെ മക്കൾ യേശുവിൽ വിശ്വസിച്ച് തിരിച്ചറിഞ്ഞ് വിശ്വസിച്ച് അങ്ങോട്ട് ചോദിക്കാൻ പഠിപ്പിക്കണം. എന്നാലേ നമുക്ക് കിട്ടുള്ളൂ. ഈശോ ചോദിക്കുന്നുണ്ട് നിന്റെ ആഗ്രഹം എന്നാന്ന്. യേശുവിനെ അറിയാത്തവനോടും ചോദിക്കുന്നു, യേശുവിനെ അറിഞ്ഞവനോടും ചോദിക്കുന്നു, ഞാൻ നിനക്ക് എന്ത് ചെയ്യണമെന്ന് നിന്റെ ആഗ്രഹം. നമ്മുടെ പിള്ളേര് ചോദിക്കുന്നുണ്ടോ, എനിക്ക് ഓർമ്മശക്തി തരണം. കാരണം അവകാശത്തോടെ ചോദിക്കണം, മക്കളെങ്കിൽ അവകാശികളാണ്. അപ്പം അവകാശത്തോടെ നമ്മുടെ മക്കൾ ഈശോയോട് ചോദിക്കാൻ നമ്മുടെ മക്കളെ നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം, പരിശീലിപ്പിക്കണം. അതിന് മുന്നേ എന്നാ ചെയ്യണം, നമ്മൾ വിശ്വസിച്ചിട്ട് നമ്മുടെ ആവശ്യങ്ങൾ ഈശോയോട് ചോദിച്ച് അത് സ്വീകരിക്കുന്നത് നമ്മുടെ മക്കൾ കണ്ടും കേട്ടും അനുനിമിഷം നമ്മുടെ കൂട്ടത്തിൽ ജീവിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ അറിയാതെ തന്നെ അവരുടെ ആവശ്യങ്ങൾ ഈശോയോട് പറയും. ഈശോയെ എൻ്റെ ഓർമ്മശക്തി ബലപ്പെടുത്തി തരണം, ഓർമ്മ കിട്ടണം, ഓർമ്മ നിലനിർത്തി തരണം. ഇത് അവരുടെ ആവശ്യം, മറന്നു പോകാതിരിക്കാൻ അവരുടെ നിസ്സഹായ അവസ്ഥയാ. അത് ഈശോയോട് പറയണം, നിസ്സഹായാവസ്ഥ പറയണം, അവരുടെ ആവശ്യം എന്താന്ന് പറയണം. ഇത് നമ്മൾ പറഞ്ഞു പഠിപ്പിക്കുമല്ല നമ്മൾ. അതുകൊണ്ട് ഇനി മഞ്ജു ദുഃഖിക്കണ്ട, കൊച്ചു നല്ല പരീക്ഷയ്ക്ക് മാർക്ക് മേടിക്കും. ഈശോയിൽ വിശ്വസിക്കണം, അവന് ഓർമ്മശക്തി കൊടുക്കണം. അത് മനസ്സിലാക്കി നമ്മൾ. അപ്പോൾ അതെന്നാന്ന് ചോദിച്ചാൽ അതിനൊരു മാർഗ്ഗമേ ഉള്ളൂ, വചനം കുഞ്ഞുങ്ങളോട് വായിക്കാൻ പറയുക. പരീക്ഷയ്ക്കൊക്കെ പഠിക്കുന്ന കൂട്ടത്തിലും വചനവായന നിർത്തരുത്. അവരുടെ ബുദ്ധി വളരുന്നതിനേക്കാൾ ഉപരിയായിട്ട് ആത്മീയ ശക്തി, ബുദ്ധിശക്തി വേണം, ഇന്റലക്ച്വലായിട്ടുള്ളതും വേണം. അത് ഈശോ തന്നിട്ടുണ്ട്. ഈ ആത്മീയ ശക്തി കൊടുക്കാൻ നോക്കും. ദുഃഖമൊന്നും വേണ്ട കേട്ടോ, ദുഃഖിക്കണ്ട. ഈശോ ഇല്ലേ, ഈശോ ചോദിക്കാതെ, അതായത് ആവശ്യം പറയാത്ത ആൾക്ക് പോലും കരുണ കാണിക്കുന്ന കർത്താവ്, ചോദിക്കുന്ന എന്തും തരുന്ന കർത്താവ്. ഈശോ പറഞ്ഞില്ലേ, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. അപ്പൊ ഈ വചനം പറഞ്ഞങ്ങ് പ്രാർത്ഥിച്ചു. ഈശോ പറഞ്ഞില്ലേ ചോദിക്കുക. അപ്പൊ എൻ്റെ കൊച്ച് പരീക്ഷയ്ക്ക് ജയിക്കാൻ തക്ക രീതിയിൽ ഈശോയെ അവൻ്റെ ബുദ്ധിശക്തി വർദ്ധിപ്പിച്ചു കൊടുക്കണേ, ഓർമ്മശക്തി വർദ്ധിപ്പിക്കണേ എന്ന് ഈ വചനം പറഞ്ഞിട്ട് അങ്ങോട്ട് പ്രാർത്ഥിക്കാം കേട്ടോ. വചനം ഈശോയാ കേട്ടോ. ഇനി സങ്കടം പോയോ, അറിയോ? നീ ഇപ്പൊ ഇന്ന് കൊച്ചു വരുമ്പോ സന്തോഷമായിട്ട് അവരെ സ്വീകരിക്കുക. പരീക്ഷയുടെ കാര്യം പറഞ്ഞ് ടെൻഷനൊന്നും അടിക്കണ്ട. ജയിക്കോടാ എന്നൊന്നും ചോദിക്കാൻ വേണ്ട. എന്നാ എഴുതിയെന്ന് ചോദിച്ചാൽ ക്വസ്റ്റ്യൻ പേപ്പർ വെരിഫൈ ചെയ്യണ്ട, അത് എഴുതി കിട്ടിയത് കിട്ടട്ടെ. അതെ, അത് കഴിഞ്ഞ് കൊച്ചിനെ ഇരുത്തി നമുക്ക് പഠിപ്പിക്കാൻ കേട്ടോ. സന്തോഷമായിട്ടിരിക്കുക. ശരി എന്നാ, ഈശോയെ അവിടെ എല്ലാരും ഒക്കെ ഇറക്കി പോയെന്നാ തോന്നുന്നത്. ഓക്കെ.